നമസ്തേ. 7ാം ക്ലാസ്സിലെ ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശ്രമത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള കവിതയാണ് പഠിച്ചത് അല്ലേ? എന്താ കവിതയുടെ പേര്? കോശിഷ് കർനെ വാലോം കി. എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. നമുക്കിന്ന് പാഠഭാഗത്തിലെ വർക്കുകൾ നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ ശ്രദ്ധിക്കുക എല്ലാവരും. കവിത സേ തുകുവാലെ പദ് ചുനേ. കണ്ടോ? ഇവിടെ കവിതയിലെ തുക് ശബ്ദങ്ങളെ കണ്ടെത്താനാണ് പറയുന്നത്. എന്താണ് തുക് ശബ്ദ്? കവിതയിലെ വരികളിലെ അവസാനത്തെ വാക്കുകളിൽ കാണുന്ന സാമ്യത്തെയാണ് തുക് ശബ്ദ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ റൈമിംഗ് വേർഡ്സ് എന്ന് പറയും. അപ്പം എന്താണ് തുക് ശബ്ദ്? കവിതയിലെ വരികളിലെ അവസാനത്തെ വാക്കുകളിൽ കാണുന്ന സാമ്യം, ഒരുപോലെയുള്ള വാക്കുകൾ അല്ലേ? അവസാനത്തെ വരികളിലെ കവിതയിലെ വരികളിലെ അവസാനത്തെ വാക്കുകളിൽ കാണുന്ന സാമ്യത്തെയാണ് തുക് പദ് അല്ലെങ്കിൽ തുക് ശബ്ദ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ടല്ലേ? ചൽത്തി ഹേ ഫിസൽത്തി ഹേ. എന്താ വായിക്കുക? ചൽത്തി ഹേ ഫിസൽത്തി ഹേ. ഇതുപോലെ മറ്റു വരികളിൽ കാണുന്ന തുക് ശബ്ദങ്ങളെ നമുക്ക് കണ്ടെത്തണം. എല്ലാവരും നോക്കുക. നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ ചढ़ती दीवारों पर सौ बार फिसलती है. ഈ രണ്ട് കവിതാ വരിയിലെ അവസാനത്തെ വാക്കുകളല്ലേ? വാക്കുകളുടെ സാമ്യം, അതാണെന്ത്? തുക് ശബ്ദം. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ചൽത്തി ഹെ ഫിസൽത്തി ഹെ. ഇതുപോലെ മറ്റ് വരികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? തുക് പദ് തുക് ശബ്ദ് കണ്ടെത്തണം. लहरों से डरकर नौका पार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. लहरों से डरकर नौका पार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. ഈ രണ്ട് വരികളിലെ തുക് ശബ്ദം അല്ലെങ്കിൽ തുക് പദ് ഏതായിരിക്കാം? പാർ നഹീം ഹോത്തി, ഹാർ നഹീം ഹോത്തി അല്ലേ? എന്താണ്? പാർ നഹീം ഹോത്തി, ഹാർ നഹീം ഹോത്തി. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോഴേ ഈ വരികൾ എഴുതുക. എന്നിട്ട് തുക് ശബ്ദം എഴുതിയിട്ട് വേണം നിങ്ങൾ നോട്ട്ബുക്കിൽ തുക് ശബ്ദം എഴുതാം അല്ലേ? പാർ നഹീം ഹോത്തി, ഹാർ നഹീം ഹോത്തി. നെക്സ്റ്റ്, मन का विश्वास रगों में साहस भरता है, चढ़कर गिरना गिरकर चढ़ना न अखरता है. मन का विश्वास रगों में साहस भरता है, चढ़कर गिरना गिरकर चढ़ना न अखरता है. ഈ വരികളിലെ തുക് ശബ്ദം ഏതൊക്കെയാണ്? ഭർത്താ ഹേ, അഖർത്താ ഹേ. ഒന്നുകൂടി പറഞ്ഞേ. ഭർത്താ ഹേ, അഖർത്താ ഹേ. എല്ലാവരും എഴുതി വെക്കണം. നെക്സ്റ്റ്, ആഖിർ ഉസ്കി മെഹനത്ത് ബേക്കാർ നഹീം ഹോത്തി, കോശിഷ് കർനെ വാലോം കി കബി ഹാർ നഹീം ഹോത്തി. ഈ വരികളിലെ അവസാനത്തെ വാക്കുകളിലെ സാമ്യം ഏതൊക്കെയാ? ബേക്കാർ നഹീം ഹോത്തി, ഹാർ നഹീം ഹോത്തി അല്ലേ? ബേക്കാർ നഹീം ഹോത്തി, ഹാർ നഹീം ഹോത്തി. The next, असफलता एक चुनौती है, इसे स्वीकार करो, क्या कमी रह गई देखो और सुधार करो. ഈ വരികളിലെ അവസാനത്തെ വരികളിലെ സാമ്യം ഏതാണ്? സ്വീകാർ കരോ, സുധാർ കരോ. जब तक न सफल हो नींद चैन हो त्यागो तुम, संघर्ष का मैदान छोड़कर मत भागो तुम. जब तक न सफल हो नींद चैन को त्यागो तुम, संघर्ष का मैदान छोड़कर मत भागो तुम. ഈ രണ്ട് വരികളിലെ അവസാനത്തെ വാക്കുകളെ സാമ്യമുള്ള വാക്കുകൾ ഏതൊക്കെയാ? ത്യാഗോത്തും
ഭാഗോ തും. മനസ്സിലാവണില്ല എല്ലാവർക്കും? നെക്സ്റ്റ്, കുച്ച് കിയേ ബിനാ ഹി ജയ് ജയ്കാർ നഹീം ഹോത്തി, കോശിഷ് കർനെ വാലോം की कभी हार नहीं होती. कुछ किए बिना ही जय जयकार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. ഈ വരികളിലെ അവസാനത്തെ വാക്കുകൾ, സാമ്യമുള്ള വാക്കുകൾ ഏതൊക്കെയാ? പറയൂ, ഏതൊക്കെയാണ്? ജയ് ജയ്കാർ നഹീം ഹോത്തി, അടുത്ത ലൈനിൽ കബി ഹാർ നഹീം ഹോത്തി. അപ്പം ഇതെല്ലാവരും എഴുതുക, വരികൾ എഴുതുക. ഫസ്റ്റ് 2 വരി എഴുതുക, എന്നിട്ട് അതിലുള്ള തുക ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് തുക ശബ്ദം എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എഴുതുക, തുക ശബ്ദം എഴുതുക. നെക്സ്റ്റ് നോക്കുക, സഫലതാക്കി സാധൻ ചുനേ. എന്താ വായിക്കുക? സഫലതാക്കി സാധൻ ചുനേ. എന്താ അങ്ങനെ പറഞ്ഞാൽ? സഫലതാക്കി സാധൻ ചുനേ എന്ന് പറഞ്ഞാൽ വിജയത്തിലെത്താനുള്ള മാർഗങ്ങൾ. ചുനേ തിരഞ്ഞെടുക്കും അല്ലേ? വിജയത്തിലെത്താനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കും. ഇവിടെ 5 പോയിന്റ് തന്നിട്ടുണ്ട്, കണ്ടില്ല എല്ലാവരും? 5 പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ തെറ്റ് ശരി കണ്ടെത്താനാണ് പറയുന്നത്. വിജയത്തിലെത്താനുള്ള മാർഗം, അതിൽ തെറ്റും തന്നിട്ടുണ്ട് ശരിയും തന്നിട്ടുണ്ട്. 5 പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ ശരി ഏത് തെറ്റേത് നമുക്ക് വായിക്കാം. അതിനുശേഷം ശരിയായതിന് നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് കൊടുക്കാം. ശ്രദ്ധിക്കുക എല്ലാവരും. സാർത്ഥക് പരിശ്രम करना चाहिए. സാർത്ഥക് പരിശ്രम करना चाहिए. പരിശ്രമം പ്രയോജനകരമായിരിക്കണം. പരിശ്രമം ഉപയോഗമുള്ളതായിരിക്കണം അല്ലേ? അപ്പം എന്താ? പരിശ്രമം ഉപയോഗമുള്ളതായിരിക്കണം. നെക്സ്റ്റ്, ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ. ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ. ഒന്നുകൂടി വായിച്ചെന്താണ്? ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ. ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ പറഞ്ഞാല് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, काम किए बिना आराम से रहना चाहिए. काम किए बिना ആരാം സേ രഹ്ന ചാഹിയേ. അതായത് ജോലിയൊന്നും ചെയ്യാതെ സുഖമായി ജീവിക്കണം. അധ്വാനം കൂടാതെ സുഖമായി ജീവിക്കണം. നെക്സ്റ്റ്, ചുനൗത്തിയോം കോ സ്വീകാർ കർനാ ചാഹിയേ. ചുനൗത്തിയോം കോ സ്വീകാർ കർനാ ചാഹിയേ. എന്താ ചുനൗത്തിയോം കോ സ്വീകാർ കർനാ ചാഹിയേ? ചുനൗത്തി കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താ? വെല്ലുവിളികൾ. അപ്പൊ വെല്ലുവിളികളെ നേരിടണം. അപ്പം നമുക്ക് വെല്ലുവിളികളെ നേരിടാൻ പറ്റണം അല്ലേ? അപ്പം വെല്ലുവിളികളെ നേരിടണം. നെക്സ്റ്റ്, असफलता को अपनी कमी माननी चाहिए. असफलता को अपनी कमी माननी चाहिए. അസഫലത പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? തോൽവി അല്ലേ? പരാജയം. അപ്പം തോൽവി സ്വന്തം കുറവായി കരുതണം. അസഫലതാക്കോ അപ്പനി കമി മാനി ചാഹിയേ. തോൽവി സ്വന്തം കുറവായി കരുതണം. ഇനി നമുക്കിതില് ശരിയും തെറ്റും കണ്ടെത്തണം അല്ലേ? അപ്പം വിജയത്തിലെത്താനുള്ള മാർഗങ്ങൾ ഏതാണ്, ശരിയായത് ഏതാണെന്നാണ് നമുക്കതിന് നേരം എന്ത് ചെയ്യുക? ടിക്കിട. ഏതൊക്കെയാ നോക്കുക? സ്വാർത്ഥക് പരിശ്രम करना चाहिए അല്ലേ? എല്ലാവരും ടിക്കട്ടെ. സ്വാർത്ഥക് പരിശ്രम करना चाहिए. എന്താ സ്വാർത്ഥക് പരിശ്രम करना चाहिए പറഞ്ഞാലേ? പറയൂ. പരിശ്രമം ഉപയോഗമുള്ളതായിരിക്കണം അല്ലേ? പരിശ്രമം പ്രയോജനമുള്ളതായിരിക്കണം. നെക്സ്റ്റ്, ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ. നമുക്ക് പരിശ്രമം ചെയ്യുമ്പോൾ എന്താ? ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ. പരിശ്രമം നമ്മൾ വിജയത്തിലെത്തണമെങ്കിൽ എന്ത് വേണം? ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ, അതിന് നേരെ എന്ത് ചെയ്യുക? ടിക്ക് അടയാളപ്പെടുത്തുക. സാർത്ഥക് പരിശ്രമം കർണാ ചാഹിയേ, അതിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തുക. ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ, ടിക്ക് അല്ലേ? ശരി. നെക്സ്റ്റ്, അടുത്തത് ഏതാണെന്ന് തെരഞ്ഞു നോക്കിയേ. ഏതായിരിക്കാം? ചുനൗത്തിയോം കോ സ്വീകാർ കർണാ ചാഹിയേ അല്ലേ? ചുനൗത്തിയോം കോ സ്വീകാർ കർണാ ചാഹിയേ. വെല്ലുവിളികളെ നേരിടണം. അപ്പം ഇത് എഴുതുക. കവിത കെ ലിയേ അലഗ് ശീർഷക് ദേ.
സമർത്ഥൻ കരയും അല്ലേ. കവിത കേലെ കവിതയ്ക്ക് അലഗ് ശീർഷകതേ മറ്റൊരു ഹെഡിങ് കൊടുക്കുക. കവിത കേലിയെ അലഗ് ശീർഷക, ഈ കവിതയ്ക്ക് ഈ ഹെഡിങ് അല്ലാത്ത വേറൊരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കൊടുക്കുക നമുക്ക് നോക്കാം. പരിശ്രം കരോ വിജയി ബനോ. പരിശ്രം കരോ വിജയി ബനോ. നെക്സ്റ്റ്, निम्नलिखित आशय वाली पंक्तियां चुने. निम्नलिखित आशय वाली पंक्तियां चुने. ഇവിടെ താഴെ തന്നിട്ടുള്ള ആശയങ്ങൾ വരുന്ന വരി അല്ലേ തിരഞ്ഞെടുക്കുക. താഴെ വരിയുടെ ആശയമാണ് തന്നിട്ടുള്ളത്. ഈ ആശയം വരുന്ന വരി ഏതാണെന്ന് കണ്ടെത്തണം. നോക്ക്. ഡർക്കർ बैठने से काम नहीं चलता. എന്താ വായിക്കുക? ഡർക്കർ बैठने से काम नहीं चलता. ഭയപ്പെട്ടിരുന്നത് കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. ഡർക്കർ बैठने से काम नहीं चलता എന്ന് പറഞ്ഞാൽ എന്താ? ഭയപ്പെട്ടിരുന്നത് കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. നെക്സ്റ്റ്, അടുത്ത ആശയം നോക്കൂ. अपनी कमियों को पहचान कर सुधार करो. अपनी कमियों को पहचान कर सुधार करें. അവനവൻ്റെ കഴിവുകേടുകളെ തിരിച്ചറിഞ്ഞ് അതിനെ നികത്താൻ ശ്രമിക്കണം. അവനവൻ്റെ കഴിവുകേടുകളെ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? അതിനെ നികത്താൻ അല്ലേ ശ്രമിക്കണം. अपनी कमियों को पहचान कर सुधार करें. ഈ ആശയം വരുന്ന വരി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ്, ഒന്നാമത്തത് ഡർക്കർ बैठने से काम नहीं चलता. ഭയപ്പെട്ടിരുന്നത് കൊണ്ട് ഒരു കാര്യവും നടക്കില്ല എന്ന ആശയം വരുന്ന വരി ഏതാണ്? നമ്മുടെ കവിതയിൽ ഏതാണ് ആ വരി? ഫസ്റ്റ് ഉള്ള വരി അല്ലേ? എന്താ? ലഹരും സേ ഡർക്കർ നൗക പാർ नहीं होती, कोशिश करने वालों की कभी हार नहीं होती. നെക്സ്റ്റ്, രണ്ടാമത്തെ ആശയം നോക്കൂ. അപ്പിനി കമിയും കോ പഹചാൻ കർ സുധാർ കരേ. തൻ്റെ കുറവുകളെ കഴിവുകേടുകളെ തിരിച്ചറിഞ്ഞ് അതിനെ നികത്താൻ ശ്രമിക്കണം. ഈ ആശയം വരുന്ന വരി ഏതാണ്? असफलता एक चुनौती है, इसे स्वीकार करो, क्या कमी रह गई देखो और सुधार करो. ഏതാണ് ആശയം വരുന്ന വരി? അസഫലത ഏക്ക് ചുനൗത്തി ഹെ അല്ലേ? പരാജയം ഒരു വെല്ലുവിളിയാണ്. അതിനെ എന്ത് ചെയ്യണം? നമ്മളെ സ്വീകരിക്കണം. അസഫലത ഏക്ക് ചുനൗത്തി ഹെ, ഇസേ സ്വീകാർ കരോ, ക്യാ കമി രഹ ഗയി ദേഖോ ഓർ സുധാർ കരോ. ഇതുവരെയുള്ള വർക്കുകളൊക്കെ വൃത്തിയായി എഴുതുക, നന്നായി പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദം.